ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട് പാങ്ങോടും വെഞ്ഞാറമൂടും പോലീസ് സ്റ്റേഷനിലായിട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രതിയെ പോലീസ് നിരീക്ഷണത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ് പറയുന്നത്? എന്താണ് മോട്ടീവ് അങ്ങനെ കൃത്യമായി പറയണമെങ്കിൽ ഇതിൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രതിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പ്രതി ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് അന്വേഷണത്തിൽ വിശദമായിട്ട് അന്വേഷണം നടത്തി. ഈ കുടുംബത്തിൽ എന്തോ സാമ്പത്തിക പ്രശ്നമുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള സൂചന. ഈ പെൺകുട്ടി എങ്ങനെ വന്നു അതെല്ലാം നമ്മൾ വിശദമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കൂ. എത്ര പേര് മരിച്ചു? എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? 5 പേര് മരണപ്പെട്ടതായിട്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ക്രിട്ടിക്കലാണെന്നുള്ളതാണ്. ചുറ്റിക കൊണ്ടുള്ള ആക്രമണമാണല്ലോ. ചുറ്റി കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വെപ്പൺ ഉണ്ടോന്നും കൂടി നാം പരിശോധിക്കുന്നുണ്ട്. ഈ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ എടുത്തു, അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? സ്വർണം മോഷണം പോയതായിട്ട് സംശയിക്കുന്നുണ്ട്. ഇത് എത്ര മണിക്ക് തുടങ്ങി? വൈകുന്നേരമാണോ? ഇത് ഏതാണ്ട് ഒരു രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിക്ക് വരെയുള്ള സമയത്തിനിടയ്ക്കാണ് എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. ഇന്നലെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അന്വേഷണം നടത്തിയെങ്കിലും പറയാം. ഇന്നലെ പ്രതി കിടന്നത് വല്യമ്മയുടെ വീട്ടിൽ തന്നെയാണ് അതോ രാവിലെ? അതെല്ലാം നമ്മൾ അന്വേഷിച്ചു. ഇവിടുത്തെ ഇൻക്വസ്റ്റിന് ശേഷം എന്തായാലും പോസ്റ്റ്മോർട്ടം നാളെ സാധിക്കുള്ളൂ. നമ്മൾ ഗാർഡ് ചെയ്തിട്ട് ബാക്കി തെളിവെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് നടത്തിയതിന് ശേഷം ചെയ്യാം. ഈ പ്രതി ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് അങ്ങനൊരു അതെല്ലാം നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും. ബ്ലഡ് സാമ്പിൾ അടക്കം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പരിശോധന. എന്താ ചെയ്തുകൊണ്ടിരുന്നത് പ്രതി? എന്താണ് അവൻ്റെ ഒരു ഒക്യുപ്പേഷൻ? എന്താണ് ഉണ്ടായിരുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതെല്ലാം പരിശോധിച്ച് അറിയിക്കാം. പ്രതി അത്ര സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. പ്രതി അല്ല, അതെല്ലാം പരിശോധനയ്ക്ക് ശേഷം അറിയിക്കാൻ പറ്റില്ല. പ്രണയത്തിൻ്റെ ഒരു എന്തോ അത് അറിയില്ല. അതെല്ലാം പരിശോധിക്കട്ടെ. ശരി.